ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതേ നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഒരു വാഹനം ഓടിക്കുന്ന അഥവാ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമ്മൾ റോഡിലൂടെ പോകുന്ന റോഡ് ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു 5-6 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെറിയൊരു പിഴവ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഫെയിൽ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളടുത്ത് നമ്മളെ RDO സാർ ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് നമ്മൾ കയറി വരുന്ന മുതൽ അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും അവർ. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നതാണ് അവരൊരു പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന കറക്റ്റായിട്ട് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണെന്ന് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ സാർ നമ്മൾ അടുത്തിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ ആലോചിക്കണം. സാർ നമ്മൾ അടുത്തിരിക്കുന്നുണ്ട്. സോ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് പൊസിഷൻ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സീറ്റ് ഓരോ വണ്ടിക്ക് ഓരോ രീതിക്കാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഈ സൈഡിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. സോ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി എന്ന് അറിയണമല്ലോ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ കറക്റ്റായിട്ട് പറ്റണം. ഓക്കെ, ക്ലച്ച് ഫുള്ളായിട്ടും ചവിട്ടാൻ പറ്റണം, അതേപോലെ തന്നെ ബ്രേക്കും ചവിട്ടാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതാണ് നമ്മളുടെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സീറ്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടുകയാണ് കേട്ടോ. ചിലവർ ചെയ്യാറുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ചെയ്യരുത്. ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, രണ്ടാമത് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങളായില്ലേ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മിറേഴ്സ്. നമുക്ക് 3 മിറേഴ്സ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ തലയുടെ മുകളിൽ ഒരു മിറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 മിറേഴ്സും കറക്റ്റായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് 3 മിറേഴ്സും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ? ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഉണ്ടല്ലോ. ഓക്കെ, ഗിയർ ലിവർ ഉണ്ടല്ലോ. ഈ ഗിയർ കിടക്കുന്നത് ന്യൂട്രലല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക. ന്യൂട്രലാണോ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ന്യൂട്രൽ അല്ലെങ്കിൽ അത് ന്യൂട്രലിലേക്ക് ഇടുക. ഓക്കെ, അത് 3ാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കുക. 4ാമത്. ഓക്കെ, 4ാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കുക, ഗിയർ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിലോട്ടാണ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് താഴ്ത്തുന്നതിന് മുൻപ് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഗിയർ മാറ്റിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് താഴ്ത്താറുമുണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയിട്ട് ഗിയർ ഇടാറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് വെച്ചാൽ ഗിയർ മാറ്റിയിട്ട് ഹാൻഡ് ബ്രേക്ക് താഴ്ത്തുന്ന സമയത്ത് പലപ്പോഴും അത് മറന്നു പോകാനുള്ളൊരു ചാൻസ് വരാറുണ്ട്. സോ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയതിന് ശേഷം ഗിയർ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ മറക്കില്ല അത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിലും ബ്രേക്കിലും ഒന്ന് ചവിട്ടി പിടിക്കുക. ഓക്കെ, ക്ലച്ചിലും ബ്രേക്കിലും ഒന്ന് ചവിട്ടി കൊടുക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് താത്തുക. കാരണം അതൊരു മാനുവൽ ആയിട്ടുള്ളൊരു ബ്രേക്കാണ്. സോ മെക്കാനിക്കൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു പിടുത്തം ബാക്ക് ടയറിൽ ഉണ്ടായിരിക്കും. സോ അത് താത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ താഴത്തോട്ട് പോകാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബ്രേക്കിൽ കാല് വെക്കണം. ഓക്കെ, ഒന്ന് ചവിട്ടി കൊടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ക്ലച്ചിലും ബ്രേക്കിലും ഒന്ന് ചവിട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് താത്തുക. അതിനുശേഷം ഫസ്റ്റ് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഇടണം. ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് വെച്ചാൽ ആ ഭാഗത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. സോ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഇരിക്കുന്നത് നമ്മൾ കയറാൻ പോകുന്ന സമയത്ത് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, ഒരു റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരിക്കും. സോ നമ്മൾ വണ്ടിയിൽ കയറി ഇൻഡിക്കേറ്റർ റോഡിലേക്ക് കയറണം നമ്മളെ വലത് സൈഡിലോട്ടായിരിക്കും, അല്ലെങ്കിൽ വലത് ഭാഗത്തോട്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് വലത്തോട്ട് എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റർ ഇടാം. ഓക്കെ, അതിനുശേഷം മിറേഴ്സിൽ നോക്കാം. ഓക്കെ, ബാക്കിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സിഗ്നൽ ഇട്ടിട്ടുണ്ട്, നമ്മൾ കയറാൻ പോവുക എന്നുള്ള സിഗ്നൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി വണ്ടികൾ വരുന്നുണ്ടോ നോക്കുക. വണ്ടികൾ പോയതിനു ശേഷം പതുക്കെ റോട്ടിലോട്ട് കയറുക. ഓക്കെ, റോട്ടിലോട്ട് കയറിയതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 4 ഗിയേഴ്സ് ചേഞ്ച് ചെയ്ത് അതിനുശേഷം സാർ ചിലപ്പോൾ നിർത്താൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് ഇപ്പോൾ സാറ് പെട്ടെന്നാവും ചിലപ്പോൾ പറയുക നിർത്തണം, വണ്ടി ഇത് ചിലപ്പോൾ നിർത്താൻ പറയും. സോ നിങ്ങൾ 4th ചിലപ്പോൾ പോയോണ്ടിരിക്കുക. അപ്പോൾ സോ എന്ത് ചെയ്യുക,
ഗിയർ എന്ത് ചെയ്യുക, ഡൗൺ ചെയ്യുക, അഥവാ താഴോട്ട് എടുക്കുക. 3, 2, 1 എന്ന് പറയുന്ന ഡൗൺ ചെയ്തിട്ട് കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാറ് നിർത്താൻ പറയുമ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇടണം. ഓക്കെ, അത് ഒരു പലപ്പോഴും സാറ് പെട്ടെന്ന് നിർത്താൻ പറയുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി കൊണ്ട് സൈഡാക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്, ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടത്തോട്ട് ഇട്ടതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട്, ഇപ്പോൾ 4th-ലാണെങ്കിൽ 3rd-ലോട്ട് ഡൗൺ ചെയ്തിട്ട് ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടിയതിന് ശേഷം 2nd-ലോട്ട് വന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുക, നമ്മൾ സൈഡിലോട്ട് ആക്കി പറയുകയാണെങ്കിൽ, സാർ ചിലപ്പോൾ നിർത്തിയിട്ട് വീണ്ടും എടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ സാറ് നിർത്തിക്കോളാൻ പറയും. നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഗിയർ ഇരിക്കുന്നത് ഫസ്റ്റ് ഗിയറിലായിരിക്കും. ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ അല്ലെങ്കിൽ 2nd ഗിയറിലായിക്കോട്ടെ, ഏത് ഗിയറിലാണ് നിർത്തിയിട്ടില്ല വെച്ചാൽ, ചവിട്ടി നിർത്തിയിട്ടില്ല വെച്ചാൽ ആ ഗിയറിൽ നിന്ന് ന്യൂട്രലിലേക്ക് ആക്കുക. ഓക്കെ, ന്യൂട്രലിലേക്ക് ആക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് പൊക്കുക. അതിനുശേഷം വണ്ടി ഓഫാക്കുക. എന്നിട്ടേ ഉള്ളൂ ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടിപ്സുകൾക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പാസ്സാവാം. ഓക്കെ, അപ്പോൾ ഓരോ ചെറിയൊരു മിസ്റ്റേക്കിനായിരിക്കും സാറ് ചിലപ്പോൾ ഡ്രൈവിംഗ് കൊടുക്കാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിയമം നല്ല കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമ്മളെ ഫെയിലാക്കാനുള്ള നല്ല ചാൻസുകളുണ്ട്. അപ്പോൾ ഇനി ഓരോരോ ഇതുപോലുള്ള ടിപ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.